ചാരുമോളെ, ഇനി പറ, മോൾക്ക് ഈ കല്യാണത്തിന് സമ്മതമല്ലേ? എനിക്ക് സമ്മതം മാമ. എന്നാ പിന്നെ നമുക്ക് കാര്യങ്ങളൊക്കെ തുടങ്ങുമല്ലേ, അല്ലേ? തുടങ്ങാം. എവിടായിരുന്നടാ നീ? ഇന്നലെയും വിളിച്ചില്ലല്ലോ. ഞാൻ കുറെ കാത്തിരുന്ന് ഉറങ്ങിപ്പോയി. ശ്രേയ, സോറി, ഞാൻ കുറച്ച് ബിസിയായി പോയി. അറ്റ്ലീസ്റ്റ് ഒരു മെസ്സേജ് എങ്കിലും അയക്കായിരുന്നു നിനക്ക്. സോറി 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 സോറി. ഓക്കെ, ഒരു ബിഗ് സർപ്രൈസ് ഉണ്ട്. സർപ്രൈസോ? എന്താ അത്? അതിപ്പോ പറയില്ല. പ്ലീസ് പ്ലീസ് പറയ്. അതിന് കുറച്ച് കാത്തിരിക്കണം. ഓക്കെ, ബൈ. ഏയ് വെക്കല്ലേ. എന്നാടാ അമ്മയുടെ പെർഫോമൻസ് കലക്കി, സൂപ്പർ. നിനക്ക് വേണ്ടിട്ടാ ഞാൻ വന്നത്. അത് പിന്നെ വരാതിരുന്നിട്ടും കാര്യമൊന്നുമില്ലല്ലോ. കാര്യങ്ങൾക്കൊക്കെ ഒരു നീക്കുപോക്ക് ഉണ്ടാവണ്ടേ. ഈ കല്യാണം നടക്കണോ വേണ്ടയോ, അതെങ്ങനെ നടക്കണോന്നൊക്കെ ഈ ഹേമ തീരുമാനിക്കും. ഇന്നേ എല്ലാവരുടെ മുന്നിൽ ചിരിച്ചു കളിച്ച് നിന്നതേ നിന്റെ അച്ഛനെ വിശ്വസിപ്പിക്കാനാ. സൂക്ഷിച്ചും കണ്ട് നിന്നില്ലെങ്കിൽ ഉള്ളതോടെ അങ്ങ് പോവും. അച്ഛൻ ഈ പാർട്ടീഷന്റെ കാര്യം അവിടെ വിളിച്ചു പറയേണ്ട ഒരു കാര്യമില്ല. നിന്റെ അച്ഛൻ മനസ്സിൽ കണ്ടിരിക്കുന്നത് എന്താണെന്ന് നമുക്കറിയില്ലല്ലോ. ഇനി അങ്ങനെ പറഞ്ഞതുകൊണ്ട് നിനക്കൊരു ഉറപ്പ് കിട്ടിയല്ലോ നിന്റെ കാര്യത്തില്. അത് ശരിയാ. എന്തോ നമ്മൾ ഈ കല്യാണത്തിന്റെ തീയതിയൊക്കെ വൈകാതെ തീരുമാനിക്കുന്നല്ലേ നല്ലത്. അതിപ്പോ പെണ്ണു വീട്ടുകാരല്ലേ തീരുമാനിക്കണ്ടേ? ശാന്തപ്പന്റെ സമ്മതം നമ്മൾ നോക്കണ്ട. ഒരു തീയതി നമ്മൾ അങ്ങ് തീരുമാനിക്കും. അല്ലാതെ കല്യാണം അടിപിടിയായ എന്റെ കാര്യങ്ങൾക്ക് ശരിയായി വരണ്ടേ? എല്ലാം ശരിയായിട്ട് കല്യാണം നടത്താന്ന് പറഞ്ഞാ മണ്ടത്തറ. എല്ലാം വഴി അങ്ങ് നടന്നോളും. അല്ല, ഇവന്റെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു തീരുമാനം വേണ്ടേ? വല്ല ജോലിയോ ബിസിനസ്സോ അങ്ങനെ എന്തെങ്കിലും? അതൊക്കെ ശരിയായി അങ്ങ് വന്നോളും. എനിക്കിന്ന് ഏറ്റവും സന്തോഷമുള്ള ദിവസാ. ഇവന്റെയും ചാരുവിന്റെയും കല്യാണം ഉറപ്പിച്ചുകൊണ്ട് മാത്രമല്ല, അതിന് നീ വന്ന് എല്ലാം ഭംഗിയാക്കിയത് സന്തോഷമുണ്ട്. ചാരുമോളെ നിന്നെ ഏൽപ്പിക്കാൻ ഞാൻ. അവളെക്കുറിച്ച് ഓർക്കുമ്പോൾ മനസ്സിന് വല്ലാത്ത വിഷമമായിരുന്നു. ഇപ്പൊ എനിക്ക് സമാധാനായി. അവൾക്ക് ഭയമായിരുന്നു ഇങ്ങോട്ട് വരാൻ. പക്ഷേ ഹേമ ഇന്ന് അവളെ ചേർത്ത് പിടിച്ചപ്പോ എനിക്കറിയില്ല എന്ത് പറയണമെന്ന്. അവളെ നിങ്ങൾ രണ്ടുപേരും ചേർന്ന് അങ്ങ് നോക്കിക്കോണം.
അമ്മേ അവളിനെ അവസാനം ഞാൻ തന്നെ കെട്ടേണ്ടി വരുമോ? ഒന്ന് പോടാ ചേർക്ക അവിടെ നിന്ന് പോയി കറി വെക്കാൻ മേടിച്ചോണ്ടോ. ഇനി എന്റെ തല തന്നെ ആവോ? അമ്മേ രക്ഷിക്കണേ. അമ്മായി വന്നപ്പോ എനിക്ക് വലിയ സന്തോഷമായി ബാലമാമേ. അവളുടെ മനസ്സ് മാറുമെന്ന് എനിക്ക് വിശ്വാസം ഉണ്ടായിരുന്നു. പുറമേ കാണിക്കുന്ന വാശിയുള്ളൂ, ആള് പാവാ. ബാലമാമ, എനിക്കിനി എന്തിനാ സ്വത്തുക്കളൊക്കെ? ഞാൻ ബാലമാമന്റെ വീട്ടിലേക്ക് തന്നെയല്ലേ വരുന്നേ. മോളെ, അരവിന്ദന് ജോലിയോ വരുമാനമൊന്നും ആയിട്ടില്ലല്ലോ. കല്യാണം കഴിഞ്ഞും നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവരുത്, അത്ര ഞാൻ കരുതിയുള്ളൂ. അല്ല ഗോവിന്ദ? ആ അതേ ബാല. എനിക്ക് തരുന്നതിന് പകരം അരവിന്ദേട്ടന് കൊടുത്താൽ മതി ബാലമാമ. ആ, കല്യാണം കഴിഞ്ഞ് അവന് പുതിയ ബിസിനസ് തുടങ്ങാൻ വേണ്ടതൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട്. അല്ല മോളെ, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. ഈ കല്യാണത്തിന് മോള് സമ്മതിച്ചത് അരവിന്ദന് ഇഷ്ടപ്പെട്ട് തന്നെയല്ലേ? അതെ ബാലമാമ, അരവിന്ദേട്ടനോട് മാത്രമല്ല, ബാലമാമനോടും അമ്മായിയോടും അക്കുച്ചേട്ടനോടും എല്ലാരോടും എനിക്കിഷ്ടം തന്നെയാ. ദേവി ശരി മോളെ, എന്നാ പോവാം. ആ ഹായ് ഡിയർ. ഹായ്. എന്താ ഞെട്ടിയോ? ഞെട്ടി, ശരിക്കും ഞെട്ടി. ഇതാണ് നിന്റെ സർപ്രൈസ്. ഇതാണ് എന്റെ സർപ്രൈസ്. എങ്ങനെയാ വന്നപ്പോ? എങ്ങനെയാ വന്നിപ്പോ? എന്താ ഞെട്ടിയോ? ഇത് ഭയങ്കര സർപ്രൈസ് ആയിപ്പോയി. നീ ഹാപ്പി അല്ലേ? ഹാപ്പി? കഴിക്കാൻ വല്ലതും ഉണ്ടോ? അവിടെ ഉണ്ട്. ആ. വാവ്, ഗുഡ്. നീ ഇത്രയും നല്ലൊരു കോഫി മേക്കർ ആയല്ലോ. നിനക്ക് വേണ്ടി പഠിച്ചാ? നീ സർപ്രൈസ് ഉണ്ടെന്ന് പറഞ്ഞപ്പോ ഞാൻ ഇത്ര എക്സ്പെക്ട് ചെയ്തില്ല. ഇനിയിപ്പോ എന്താ PWDയുടെ പ്ലാൻ? ഒരു പ്ലാൻ ഉണ്ട്. പറ, കേക്കട്ടെ. ഈ പ്ലാൻ ഇവിടെ നടക്കില്ല. ഞാൻ ചോദിച്ചത് നമ്മുടെ കല്യാണത്തിനെ പറ്റിയാ. ശ്രേയ, ഞാൻ തമാശക്ക്. ഇതാണ് തമാശ.